അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വനിതകളായിട്ടുള്ള കൂട്ടായ്മകൾ ചേർന്ന് ഇന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ഇവിടെ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ നടത്തുകയുണ്ടായി. ഇവിടെ ഇവർ ആരോപിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ഷാനവാസ് ഖാൻ എന്ന് പറഞ്ഞ വക്കീലിന് അൽഷിമേഴ്സ് രോഗം പിടിപെട്ടിരിക്കുകയാണ്, അതിനുവേണ്ടി ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്, അതിന് ടെസ്റ്റ് നടത്താൻ പോയിരിക്കുകയാണെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അധികം പരിധിയിൽ കവിഞ്ഞുള്ള കള്ളപ്പണം കയ്യിലുള്ള ആളാണെന്നും അദ്ദേഹം അതനുസരിച്ച് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരെയെല്ലാം വിലക്കെടുത്തെന്നും ഇവിടുത്തെ നിയമ സംവിധാനത്തെ മൊത്തം വിലക്കെടുത്തതാണ് ഈ വനിതകളെല്ലാം ഇവിടെ ആരോപിക്കുന്നത്. കൊല്ലത്തെ യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച ബാർ കൗൺസിൽ മുൻ പ്രസിഡന്റ് ഷാനവാസ് ഖാൻ അൽഷിമേഴ്സ് രോഗത്തിന് ചികിത്സ തേടുന്നുവെന്ന് ആരോപണം. ഒളിവിൽ പോകുന്നതുവരെ കോടതികളിൽ കേസുമായി സജീവമായിരുന്ന നോട്ടറി കൂടിയ ഷാനവാസ് ഖാൻ അറസ്റ്റ് തടയുന്നതിനു വേണ്ടി സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനാണ് അൽഷിമേഴ്സിന് ചികിത്സ തേടുന്നുവെന്നറിയുന്നു. യുവ അഭിഭാഷകൻ നോട്ടറി അറ്റസ്റ്റേഷൻ ഇയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് പീഡിപ്പിച്ചത്. ഗർഭിണി കൂടിയാണ് യുവ അഭിഭാഷിക. ഇതിനിടെ ഷാനവാസ് ഖാൻ ഇടതു വലത് BJP മുന്നണികളെ സ്വാധീനിച്ച് ഒതുക്കിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൊല്ലത്തെ വനിതാ നേതാവ് ബിന്ദു കൃഷ്ണയെ വിവരം അറിയിച്ചിട്ട് അവർ പോലും സഹായിക്കാൻ ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്കൊപ്പം നിന്ന് മൗനം തുടരുന്നുവെന്നും ആരോപണമുണ്ട്. ഇതിനിടെ ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കൊല്ലത്തെ അഭിഭാഷകർക്കിടയിൽ വൻ പ്രതിഷേധമാണുള്ളത്. ഷാനവാസ് ഖാനെ അഭിഭാഷക കൂട്ടായ്മയിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. എൻ്റെ പേര് മാഗ്ലിൻ. ഞാൻ വനിതാ അവകാശ കൂട്ടായ്മയുടെ കൺവീനറാണ്. നമുക്ക് എല്ലാവർക്കും കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. കൊല്ലം ജില്ലയിൽ ബാർ കൗൺസിൽ അംഗവും സീനിയർ അഭിഭാഷകനുമായ ഷാനവാസ് ഖാൻ നമ്മുടെ യുവ അഭിഭാഷകയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളിവിടെ ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മൾ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് സംഘടിപ്പിച്ചത്. കാരണം എന്താന്ന് പറഞ്ഞാൽ FIR ഇട്ടു, തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 6 ദിവസം കംപ്ലീറ്റ് ആയിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മളിന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ഖേദകരമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ കുറേയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതേ ജില്ലയിൽ തന്നെ പരവൂർ കോടതിയിൽ APP ആയിരുന്ന അനീഷ ഇതുപോലെ സീനിയർ അഭിഭാഷകരുടെ മാനസിക പീഡനവും ലൈംഗിക ചുവയോടുകൂടിയുള്ള സംസാരവും മനംനൊന്നിട്ട് ആത്മഹത്യ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഇതുപോലെ അഭിഭാഷക സംഘങ്ങളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സമീപിച്ചപ്പം അവർ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട് അനീഷ ആത്മഹത്യ ചെയ്തു? അവൾ പോരാടേണ്ടവളല്ലേ, നീതി പോരാടി ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അനീഷയോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞ ആളുകളാണ് ഇന്ന് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോഴുള്ളത്. അവരെയൊക്കെ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ സമീപിച്ചപ്പം അവരാരും തന്നെ ഈ വിഷയത്തിൽ ഈ പോരാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിക്ക് ഞങ്ങൾക്ക് ഇരയെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ വലിയൊരു പോരാളിയാണ്. ആ പോരാളിക്കൊപ്പം നിൽക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയോട് പലരും സമീപിച്ചു. ഈ കേസ് പണം കൊടുത്തുകൊണ്ട് അവരുടെ ബന്ധുക്കൾ സമീപിച്ചു, അഭിഭാഷക സമൂഹത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ സമീപിച്ചു, രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആ പെൺകുട്ടി അവരോട് പറഞ്ഞ ഒരേ ഒരു ചോദ്യമുള്ളൂ, ഞാനിപ്പോൾ പോരാടുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇനി ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിക്കാതിരിക്കാനാണ്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ അനീഷയോട് ചോദിച്ച മറുപടി, ഇപ്പം അനീഷ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് മറുപടി ലഭിക്കാത്ത ആ ചോദ്യത്തിന് ഇതല്ലേ ഉത്തരം? ഈ ഈ പോരാളിയോടൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ പാർട്ടിക്കാർ വളരെ ശക്തമായിട്ട്, അതുപോലെ പോലീസുകാരും. കാരണം ഞങ്ങൾ പോലീസുകാരെന്ന് പറയും, ഇന്നലെ അദ്ദേഹം ഇവിടുത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തിന് അൽഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണുകയും ഡോക്ടർ MRI സ്കാനിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അതൊക്കെ സംഭവിക്കും. കാരണം സാമ്പത്തികമായിട്ട് സമ്പന്നരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ എല്ലാവർക്കും ഇടതുപക്ഷം അധികാരത്തിലുള്ളപ്പം രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ആളുകൾക്ക്, പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് വഴിവിട്ടുകൊണ്ട് സഹായിക്കുന്ന ഒരാൾ, സാമ്പത്തികമായിട്ട് പലരെയും സഹായിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാവരും നിൽക്കുന്നത്. ഞാനത് വളരെ വ്യക്തമായ ആരോപിക്കാനുള്ള പ്രധാന കാരണം നാളിതുവരെയായി ഈ പെൺകുട്ടിയെ ഒന്ന് നേരിൽ കണ്ടുകൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ സമയം വരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇത് കൃത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അവളോട് ചോദിക്കാതെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിലപാടെടുത്തുകൊണ്ട്
ഒരു പരസ്യ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് പോലും തയ്യാറാകാത്ത രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ അൽഷിമേഴ്സ് രോഗത്തിന് ചികിത്സയിലാണെന്നും പുതിയൊരു രോഗം കണ്ടെത്തി പണവും അധികാരമുണ്ടെങ്കിൽ എല്ലാം തന്നെ ഇവർക്ക് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണെന്നും ഇവർക്കുള്ള ഇരയല്ല, അത് പോരാളിയാണെന്നാണ് ആ പെൺകുട്ടിയെ കുറിച്ച് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. പോരാളിയായ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നിടം വരെ ഇവർ ഈ വനിതകളെല്ലാം തന്നെ ഇവരോടൊപ്പം കാണുമെന്നും പുതിയ പ്രതീക്ഷയായിട്ട് പോയി ഇത്രയും പണവും സമ്പത്തും അധികാരവും ഉള്ളവർ അവർക്കുള്ള നിയമത്തിന് അനുസൃതമായിട്ട് നീതി കിട്ടാൻ വേണ്ടി പല മാർഗവും സ്വീകരിക്കുമെന്നും അതിന്റെ ഭാഗമത്താണ് അൽഷിമേഴ്സ് രോഗത്തിന് വേണ്ടി ഇപ്പോൾ ചികിത്സ തേടി പോയിരിക്കുന്നെന്നും ഈ രാഷ്ട്രീയക്കാരെ എല്ലാം വിലക്കെടുത്തിരിക്കുന്നു. ഇവിടുത്തെ കൊല്ലത്തുള്ള ഇടതുപക്ഷത്തിന്റെ MLA ആവട്ടെ, കൗൺസിലർ ആവട്ടെ, വാർഡ് മെമ്പർ ആവട്ടെ, ആരെ തെരഞ്ഞെടുക്കണമെങ്കിലും ഈ മഹാന്റെ അനുവാദവും കയ്യൊപ്പും ഇല്ലെങ്കിൽ ആർക്കും ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിരാ കേന്ദ്രത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. അത്തരത്തിലാണ് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്താതെ ഇവർ ഉരുണ്ട് കളിക്കുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് വൻ പോലീസ് സുരക്ഷയാണ് ഒരുക്കുന്നത്. കൊല്ലം ജില്ലയുടെ എല്ലാ പോലീസ് സംവിധാനവും അദ്ദേഹത്തിന് വീടിന് കാവൽ നിൽക്കുകയാണ്. ഇവര് ഈ വനിതകളെ ഭയന്ന് ചുരുക്കം ചില വനിതകൾ വന്ന് ആ സഹോദരിക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ഇന്നിവിടെ സമരം നടത്തിയിരിക്കുന്നത്. ഈ രോഗവും മാറണം, അവർക്ക് ഇത്തരത്തിൽ ഓരോ പണത്തിന്റെ അധികാരത്തിന്റെ ഹുങ്ക് വെച്ച് പല മാർഗങ്ങളും സ്വീകരിക്കുമെങ്കിലും ഈ വനിതയ്ക്ക്, പോരാളിയായ ഈ വനിതയ്ക്ക് നീതി കിട്ടും വരെ ഇവർ പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് ഇത് തുടക്കം മാത്രമാണ്. ഇതിന് അവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇവർ ഇന്നിവിടെ പറയുന്നത്. അതിലങ്ങേറ്റം ഞങ്ങൾ തലകുനിച്ച് അപമാനിതരാകുന്നു എന്നുള്ളതാണ്. കാരണം സ്ത്രീകളെല്ലാവരും സംരക്ഷിക്കുമെന്ന് വാദോരാതെ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. ഇനി വനിതാ ദിനത്തിന് എല്ലാവരും തെരുവിലിറങ്ങും. ഈ പറയുന്ന സ്ത്രീക്ക് നീതി വേണം, പീഡിതർക്കൊപ്പം ഇരയാക്കപ്പെട്ടവർക്കൊപ്പം എന്ന് വാദോരാതെ സംസാരിക്കുന്ന കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വനിതാ നേതാക്കന്മാർക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സമയമായിട്ടില്ലേ എന്നുള്ളതാണ്. ഇനി സമയമാകും. ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ, അവന് ജാമ്യം കിട്ടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വരുമ്പോൾ ഞങ്ങൾ ലേറ്റായി പോയി എന്ന് പറയുന്ന ഇവിടുത്തെ വനിതാ നേതാക്കന്മാരായിരിക്കും ഉണ്ടാകുന്നത്. എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ഞങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിനുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടിയും പിൻബലം ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ പോരാളിയായ കുട്ടിക്ക് ഒപ്പമുണ്ട്. അവളുടെ വാക്കുകൾ വീണ്ടും ഞാൻ കൂട്ടുകയാണ്. ഒരു പണത്തിൻ്റെ മുന്നിലും എൻ്റെ നീതിബോധം തകർന്നു വീഴില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഗർഭിണിയായ ആ പെൺകുട്ടിയുടെ വാക്കുകൾ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കൂടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് ഈ ഭരണ സംവിധാനത്തിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഉന്നതരായ നേതാക്കളോടോ യാതൊരുവിധ പ്രതീക്ഷയുമില്ല. പക്ഷെ ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കും അവസാനം വരെയും. കൊല്ലത്തെ കരിയില തിരിഞ്ഞു പറഞ്ഞാൽ പന്തം കൊടുത്ത് പ്രകടനം നടത്തുന്ന ചില വനിതാ നേതാക്കളുണ്ട്. ആ വനിതാ നേതാക്കൾ 15 ദിവസമായിട്ട് ഈ കുട്ടികളെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്.